തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി ചുമതല ഏറ്റതിന് ശേഷം ഞങ്ങൾ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യം പൂണ്ട പലരും തന്നെ പൊതുസമൂഹത്തോട് വളരെയധികം കടപ്പാടും സ്നേഹവുമുള്ളവരൊക്കെ തന്നെ പല കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രമാണം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. പ്രമാണം കഴിഞ്ഞ് പ്ലാൻ വരച്ച അനുസരിച്ച് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം നമുക്കറിയാം. ഇപ്പം ഞാനൊരു സർക്കാർ സ്കൂളിൽ, ഗവൺമെൻറ് സർക്കാർ സ്കൂളിൽ ഗ്രാമപ്രദേശത്ത് പഠിച്ചതാണ്. അപ്പോൾ നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുമുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു കൈത്താങ്ങായി മാറണം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ വാട്ടർ ബോട്ടിലുണ്ടാവും. ഇപ്പോൾ എന്താ താഴത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ഹൈസ്കൂളിന് ടിഫിൻ ബോക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും. അതിനുശേഷം കൗൺസിലർമാർ വാർഡുകളിൽ പോയി അതാത് വാർഡുകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും പണമെടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ സാമ്പത്തികം ശേഖരിക്കാതെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ സഹായിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല, നമ്മൾ ഏത് തരത്തിലുള്ള സഹായമാണോ ചെയ്ത് ആ ഉൽപ്പന്നമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ CSR ഫണ്ട് തരുന്നുണ്ട്. അത് CSR ഫണ്ടായി ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾ കിറ്റായിട്ടാണ് വാങ്ങുന്നത്. ഇവിടെ പറയുന്ന എണ്ണം കിറ്റ്, അവർക്ക് എത്ര പണമാണോ തരാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കിറ്റ് ഇവിടെ വാങ്ങി ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മേയർ കെയർ എന്നുള്ള പരിപാടിയാണ്, ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. മേയർ കെയർ എന്ന പേരിൽ ഞങ്ങൾ അർഹരായ കുട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. വളരെ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. 5000 കുട്ടികൾക്ക്, 5050 കുട്ടികൾ, 101 വാർഡിലായിട്ട് 5050 കുട്ടികൾക്കാണ് കിറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽ അതിലുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഒന്ന് ഓട്ടാക്കിയാൽ ഒന്ന് പ്ലേ ചെയ്ത സജീവ. ഒരു വാർഡ് 50 ആണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പോൾ 101 വാർഡിലായിട്ട് 5050 ഇപ്പോൾ കൊടുക്കുന്നു. വരും വർഷങ്ങൾ ഞങ്ങളത് തുടരും. അപ്പോൾ അടുത്ത വർഷങ്ങൾ ഇത് തുടക്കമെന്നുള്ള നിലയ്ക്കാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളിലും, ഇപ്പോൾ ചികിത്സാ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇങ്ങനെ നമുക്ക് വരുന്ന സഹായം പലരും ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാവുന്നുണ്ട് വെച്ചാൽ നമ്മൾ. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങൊക്കെ കൗൺസിലർമാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൗൺസിലർമാരൊക്കെ തന്നെ അടുത്ത ഹാളിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വിഷ്വൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം, ഈ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, വിദ്യാഭ്യാസ വകുപ്പിനോടാണ് ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുള്ളത്, കൗൺസിലർമാരല്ല. ഏറ്റവും അർഹരായ വിദ്യാർത്ഥികൾ, ഇക്കാര്യം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു സ്കൂളിൽ 50, ഒരു വാർഡ് 50 കൊടുക്കാനുള്ള നിർവാഹം ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അധ്യാപകരോട് തന്നെ ആ സ്കൂളിൽ ഏറ്റവും ഡിസർവ് ചെയ്യുന്ന കുട്ടികളുടെ ലിസ്റ്റ് ശേഖരിച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗൺസിലറോ കോർപ്പറേഷനോ അല്ല ലിസ്റ്റ് എടുക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് വഴിയാണ് ലിസ്റ്റ് വാങ്ങുന്നത്. എന്നിട്ട് കൗൺസിലർമാർ ആ വാർഡിൽ പോയി കുട്ടികൾക്ക് നൽകും. ഓക്കെ, അതിൻ്റെ തുടക്കം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക്
കോർപ്പറേഷനിൽ തന്നെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ട് ചെയ്യും. അല്ല, ബാഗ് ഉണ്ടാവും, ടിഫിൻ ബോക്സ് ഉണ്ടാവും, വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, കുട ഉണ്ടാവും, വലിയ കുട്ടിയൊക്കെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിറ്റ് കാണാൻ പറ്റും. തൊട്ടപ്പുറത്തെ ഹാളിൽ അത് പാക്ക് ചെയ്തുകൊണ്ട് 2 ദിവസമായിട്ട് കൗൺസിലർമാർ തന്നെ മുഴുവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായം, അതിൽ കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടോ തനത് ഫണ്ടോ നമ്മൾ എടുക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ആക്ടിവിറ്റികൾക്കുള്ള പണം എടുക്കാതെ മറ്റുള്ള തരത്തിൽ ജനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ സഹായം എന്താണോ ആ സഹായമായിട്ടാണ് വാങ്ങുന്നത്, ക്യാഷ് ആയിട്ടല്ല. നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരിടത്ത് വരുന്നില്ല. അങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. പക്ഷേ ഈ കാലടി പാലയുടെ മരുന്നൂർ കടവ് ജംഗ്ഷനിൽ ഈ മഴയത്ത് കോൺക്രീറ്റ് കൊണ്ട് ടാറിങ് നടക്കുന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് മരുന്നിൻ്റെ വാർത്തയാണ് ഈ മഴയത്തും അവിടെ ഈ പറയുന്ന കോൺക്രീറ്റ് നടക്കും. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി? ഞാനതിപ്പോഴാണ് ഈ സമയത്ത് നടക്കുന്നുവെന്ന് അറിഞ്ഞത്. ഒരു കാരണവശാലും മഴയത്ത് ടാറിങ്ങും കോൺക്രീറ്റും പാടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയർപേഴ്സൺ അന്വേഷിക്കുക. അക്കാര്യത്തിൽ എഞ്ചിനീയർ പറയുന്നത് ഈ വെള്ളം, പക്ഷേ നമ്മൾ കാണുന്നുണ്ട് മഴ വെള്ളത്തിൽ ഈ ടാറാണോ കോൺക്രീറ്റാണ്? ടാറാണോ കോൺക്രീറ്റാണ്? കോൺക്രീറ്റാണ്. സിമെന്റ് കോൺക്രീറ്റ് ആ മഴ നോക്കാം, അന്വേഷിക്കാം. എനിക്കൊന്ന് ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി അങ്ങനെ ചെയ്തപ്പോൾ മഴ വന്നാണെന്ന് അറിയില്ല. നോക്കാം, ഞാൻ നോക്കാം, അന്വേഷിക്കാം. ഇപ്പോഴാണ് ശ്രദ്ധപ്പെട്ടത്. അപ്പം മേയർ കെയർ ഒന്ന് ശ്രദ്ധിക്കുക, സാധാരണ ആൾക്കാർക്ക് ഗുണം ചെയ്യും. കിട്ടിക്കാണല്ലോ വിഷ്വലിലൊക്കെ. അകത്ത് അവർ പാക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാം. എടുത്തായിരുന്നു. താങ്ക് യു.